ദിവ്യാൻഷി എന്ന 14 വയസ്സുകാരി നമ്മുടെയൊക്കെ കണ്ണ് നനയിച്ചതാണ്. കുട്ടികളെ കൊണ്ടുവരരുത് എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിരുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തിയത്. അത് ആ ദുരന്തത്തിന്റെ വ്യാപ്തി വല്ലാതെ കൂട്ടി എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും. അല്ലേ ശ്രീധരൻ? തീർച്ചയായിട്ടും ഇന്നലെ ഇക്കാര്യത്തിൽ RCBയും അതുപോലെ തന്നെ കർണാടക ക്രിക്കറ്റ് അസോസിയേഷനും വലിയ വീഴ്ച വരുത്തിയെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വിക്ടറി പരേഡ് അത് നടത്താൻ അനുവദിക്കില്ല എന്ന് പോലീസ് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അത് നടത്തുമെന്നുള്ളൊരു പിടിവാശിയിൽ തന്നെയായിരുന്നു RCBയും അതുപോലെ തന്നെ കർണാടക ക്രിക്കറ്റ് അസോസിയേഷനും. ആ പിടിവാശിക്ക് കൊടുക്കേണ്ടി വന്ന വിലയാണ് ഈ 11 ജീവനുകളും അതുപോലെ തന്നെ 50ഓളം ആളുകൾക്ക് പരിക്കേറ്റതും. ഇന്നലെ ഉച്ചയോടുകൂടി രാവിലെ തന്നെ RCB ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചു ഈ പരേഡ് നടത്തും, വിജയാഘോഷ റാലി നടത്തും, വിധാൻ സൗദയിൽ നിന്ന് ചിന്നസ്വാമി സ്റ്റേഡിയം വരെ പരേഡ് നടത്തും എന്ന് ഇന്നലെ RCB വ്യക്തമാക്കിയിരുന്നു. പിന്നീടാണ് ബംഗളൂരു പോലീസ് ഈ അനുമതിയില്ല, പ്രത്യേകിച്ച് ഇത്ര ക്രൗഡ് വരുമ്പോൾ ഇത്ര പെട്ടെന്നുള്ള ഒരു സമയത്ത്, അതായത് ഒരു മുന്നൊരുക്കങ്ങൾക്കും പോലീസിന് സാവകാശം ലഭിച്ചില്ല. 5000ഓളം പോലീസിനെയൊക്കെ നിയോഗിച്ചു എന്ന് പറയുമ്പോൾ പോലും ഒരു മുന്നൊരുക്കത്തിനുള്ള സൗകര്യം പോലീസിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇതിലെ DK ശിവകുമാർ പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥരെ താൻ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാനുള്ള ഒരു പ്രധാന കാരണം കൂടി അതാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും അതിനുശേഷം 2 മണിയോടുകൂടി തന്നെ പോലീസ് അനുമതി ഉണ്ടാവില്ല എന്നുള്ള വാർത്തകൾ വരുന്നു. പക്ഷേ വലിയ തോതിലുള്ള സമ്മർദ്ദമാണ് ഈ RCB മാനേജ്മെൻറ്റും കർണാടക ക്രിക്കറ്റ് അസോസിയേഷനും ഈ അനുമതിക്കായി വിക്ടറി പരേഡിനായിട്ട് ചെലുത്തിയത്. അതിന് പിന്നാലെ അതിന് 4 മണിയോടുകൂടി അനുമതി നൽകുന്നു. അപ്പോഴേക്കും വിധാൻ സൗദയിൽ പരിപാടി, സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടി, ഗവർണറും മുഖ്യമന്ത്രിയൊക്കെ പങ്കെടുക്കുന്ന ആ പരിപാടി ആരംഭിച്ചിരുന്നു. ആ സമയത്താണ് ഈ പറയുന്ന ഈ ഗേറ്റുകൾ 7, 6, A, 21, 12 ഈ ഗേറ്റുകളിലൊക്കെ വലിയ തിക്കും തിരക്കും ഈ അപകടം ഉണ്ടാവുന്നത്. ആ സമയത്ത് ചെറിയ മഴയൊക്കെ പെയ്തിരുന്നു. അത് ഈ സ്ഥിതി കൂടുതൽ വഷളാക്കി. വലിയ തിക്കും തിരക്കും ഉണ്ടായിരുന്നു. ചിലയിടത്ത് കാനയുടെ സ്ലാബുകൾ ഇടിഞ്ഞു വീണാണ് അപകടം ഉണ്ടായത് എന്നൊക്കെ ചില